ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ സോൾവെൻറ്റ് ഉപയോഗിച്ച് ഒട്ടിച്ചിട്ടുള്ള പൈപ്പില്ലേ, അപ്പോൾ നമുക്ക് ചിലപ്പം ബെൻഡോ അതേപോലെ റെഡ്യൂസറോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒട്ടിച്ച പൈപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അന്നേരം അത് നമുക്ക് എങ്ങനെയെങ്കിലും ഊരിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള വിദ്യകളും പലരും ഉപയോഗിക്കാറുണ്ടാവുമായിരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് എളുപ്പമായിട്ട് പൈപ്പ് PVC പൈപ്പ് അതിൻ്റെ അകത്ത് നിന്ന് റെഡ്യൂസറിന്നോ അല്ലെങ്കിൽ ബെൻഡിൽ നിന്നൊക്കെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമുള്ളൊരു മാർഗ്ഗമാണിത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സോൾവെൻ്റ് ഇല്ല, നമ്മുടെ സോൾവെൻറ്റ് ബോണ്ടൊക്കെ നമ്മൾ ഇട്ടിട്ട് ഒട്ടിച്ചതായിരിക്കും പൈപ്പ്. അതേ സോൾവെൻ്റ് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് ആ പൈപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് ഒഴിവാക്കി എടുക്കേണ്ട ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ സോൾവെൻ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉള്ളിൽ മാത്രം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് അവിടെ പിന്നെ ഒരു ലൈറ്ററോ മറ്റോ ഉപയോഗിച്ചിട്ട് ഒന്ന് കത്തിച്ചിട്ട് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ തീ കത്തുന്ന പോലെ ആവും. ജസ്റ്റ് ഒന്ന് കത്തി ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പൈപ്പ് വിട്ട് വരും. അപ്പം നമുക്കൊരു സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നമ്മൾ ആ പിന്നെ റെഡ്യൂസർ ആയാലും ഇതിനൊന്നും ഒരു കംപ്ലൈൻറ്റും വരാതെ നല്ല രീതിയിൽ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു 2-3 ഇതേപോലെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പം ബെൻഡോ റെഡ്യൂസറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യം വരും. പക്ഷേ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വാങ്ങാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടത് ഇപ്പോൾ നമ്മളടുത്തതും അങ്ങനെ തന്നെ തേച്ചതിന് ശേഷം അതെന്തായാലും സോൾവെൻ്റ് എന്തായാലും അത് നമ്മൾ തേച്ചതിന് ശേഷം അത് പെട്ടെന്ന് തീ പിടിക്കുക അന്നേരം. അപ്പോൾ ഒന്ന് കത്തിച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ഒന്ന് തിക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് ആ സൈഡൊന്ന് തിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് വിട്ടു വരുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പൈപ്പ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആളുകളെ വിളിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഇത് കണ്ട ഒരു ഇഞ്ചിൻ്റെ ഒരു ഇതാണിത്. ഇത് നമ്മൾ ഊരിയെടുക്കുകയാണ്. അപ്പോൾ ഇത് 2-3 നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു 2-3 കഷ്ണം ഉണ്ടെങ്കിൽ ഇതുപോലെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെയാണ് ഈ ചാനലിലൂടെ വരുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ എല്ലാം ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത് കണ്ടോ, ഇതുപോലെ നല്ലോണം ഒന്ന് കത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുകളിലുള്ള ബെൻഡ് കത്തൊന്നുമില്ല. നമ്മളതിൻ്റെ ഉള്ളിൽ മാത്രം ആ സോൾവെൻറ്റ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈപ്പിൻ്റെ അവിടെ മാത്രം കത്തി അങ്ങോട്ടേക്ക് തീ വരുന്നുണ്ടെന്നുള്ളൂ. അപ്പം നമ്മളൊന്ന് കുത്തനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പിന്നെ ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വീശി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീ കെട്ട് വരും. കെട്ടതിന് ശേഷം നമുക്കിതേപോലെ സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ സൈഡിലൊന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ മതി. വളരെ സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചൊരു ഇതായിട്ടുള്ള നല്ല സ്ട്രോങ്ങിൽ ഒട്ടിച്ചൊരു ഇതാണ്. അപ്പോൾ ഇത് ഒന്ന് നമ്മൾ ആ സൈഡിൽ കൂടിയൊക്കെ ഒന്ന് ആ സ്ക്രൂ ഡ്രൈവർ ഇട്ടൊന്ന് തിക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടോ അതൊന്ന് വിട്ട് വരുന്ന കണ്ടോ, വിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്ലെയർ എടുത്തിട്ട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഒന്ന് ചിലത് കുറച്ച് ടൈറ്റ് ഉണ്ടാവുമെന്നുള്ളൂ. അത് എന്നാലും നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. കണ്ടോ, ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ഇനിയും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. I thought I would never be fine. I strive just to say I'm alright, and for the first time in a long time I'm alright.